കുവൈറ്റിൽ വിമാനയാത്രക്കാർക്കുള്ള PCR നിബന്ധനയിൽ നിന്ന് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒഴിവാക്കിയതായി സിവിൽ ഏവിയേഷൻ വകുപ്പ് അറിയിച്ചു. വിദേശത്തു നിന്നും വരുന്ന യാത്രക്കാർ 96 മണിക്കൂർ കഴിയാത്ത PCR സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിബന്ധനയിൽ നിന്നാണ് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒഴിവാക്കിയിരിക്കുന്നത്. കുവൈത്ത് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് വിമാന കമ്പനികൾക്ക് നൽകിയ സർക്കുലറിലാണ് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ PCR നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയതായി അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നടപടി. നിലവിൽ 96 മണിക്കൂർ കഴിയാത്ത കോവിഡ് മുക്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ കുവൈത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. കോവിഡ് റിസ്ക് കൂടിയ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇപ്പോഴും കുവൈത്തിലേക്ക് നേരിട്ട് പ്രവേശനം അനുവദിക്കുന്നില്ല. വിലക്കില്ലാത്ത UAE പോലുള്ള രാജ്യങ്ങളിൽ 14 ദിവസം താമസിച്ച ശേഷം വരുന്നതിന് തടസ്സമില്ല. നിരവധി പേർ ഇത്തരത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം ട്രാൻസിറ്റ് യാത്രക്കാർക്കും കുവൈത്ത് വിലക്കേർപ്പെടുത്താനൊരുങ്ങുന്നതായി ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഇതുവരെ പുറത്തുവന്നിട്ടില്ല. മീഡിയ 1, കുവൈറ്റ് സിറ്റി. നാട്ടിൽ നിന്ന് UAEയിൽ എത്തുന്നവർക്ക് അബുദാബിയിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം കർശനമാവുകയാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ അബുദാബിയിൽ പ്രവേശിച്ചാൽ അവരെ 14 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലേക്ക് മാറ്റുകയാണ്. സന്ദർശക വിസയിലെത്തിയ പല യാത്രക്കാർക്കും ഇന്ന് അബുദാബിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, എന്താണ് ഈ പുതിയ മാർഗരേഖ പ്രകാരം പറയുന്നത്? അരുൺ, ഇന്നലെ രാത്രി മുതലാണ് ഇത്തരം നിയന്ത്രണങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രഖ്യാപനമോ മറ്റ് അറിയിപ്പുകളോ ഉണ്ടായിട്ടില്ല. അതേസമയം അതിർത്തിയിൽ എത്തുന്ന യാത്രക്കാർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ പങ്കുവെക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നാട്ടിൽ നിന്ന് വിസയുള്ളവർ, അതായത് UAE വിസയുള്ളവർ ഇവിടെ എത്തിയാലും 14 ദിവസം ക്വാറന്റൈൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാണ് സുപ്രധാനമായിട്ടുള്ള വിവരം. അത് വിസിറ്റ് വിസയിൽ വരുന്നവരായാലും താമസ വിസയിൽ വരുന്നവരായാലും അബുദാബിയിലേക്ക് പ്രവേശിച്ചാൽ 14 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ ഇരിക്കണമെന്നാണ് പുതിയ നിബന്ധന. മറ്റൊന്നുള്ളത്, നേരത്തെ വിസിറ്റ് വിസയിൽ ആളുകൾ എത്തിയിരുന്നു. അവർ അബുദാബിയിലേക്ക് പോകാൻ ശ്രമിച്ചാൽ ഇപ്പോൾ അവരെ ആരെയും കയറ്റി വിടുന്നില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത്. അബുദാബി ഇതുവരെ വിസിറ്റ് വിസ കൊടുത്തു തുടങ്ങിയിട്ടില്ല. വിസിറ്റ് വിസ കൊടുക്കുന്നത് ദുബൈ എമിറേറ്റിൽ നിന്നാണ്. ദുബൈയിലുള്ള വിസിറ്റ് വിസയുമായി എത്തിയാൽ കഴിഞ്ഞ ദിവസം വരെ അബുദാബിയിലേക്ക് കടന്നു പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ വിസിറ്റ് വിസയിലുള്ളവരെ അതിർത്തി കടക്കാനായിട്ട് അനുവദിക്കുന്നില്ല. അവരോട് എമിറേറ്റിന് പുറത്ത്, അബുദാബി എമിറേറ്റിന് പുറത്ത് ക്വാറന്റൈനിൽ ഇരിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. ചിലരെ മാത്രം ചില പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കുട്ടികളുമായും സ്ത്രീകളുമായി എത്തുന്നവരെ ചില പരിഗണനകൾ നൽകി അബുദാബിയിലേക്ക് കയറ്റി വിടുന്നുണ്ട്. മറ്റുള്ളവരെ അബുദാബിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പുതിയ വിവരം. കുടുംബങ്ങൾക്ക് തന്നെ ഈ 14 ദിവസത്തെ ക്വാറന്റൈൻ അവർക്ക് വീട്ടിൽ ഇരിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ 3 ദിവസമായോ 4 ദിവസമായി കുറച്ച് കൊടുക്കുന്നുണ്ട് എന്നും വിവരമുണ്ട്. അരുൺ, ശരി, ഷിനോജാണ് ഈ വിവരങ്ങൾ നൽകിയത്. സൗദിയിൽ ഇന്ന് 720 പേർക്ക് കോവിഡ് ഭേദമായി. ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണം ഇന്ന് വീണ്ടും കുറഞ്ഞതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 28 പേരാണ് ഇന്ന് മരിച്ചത്. 55 ലക്ഷത്തോളം സാമ്പിളുകളാണ് ഇതുവരെ സൗദിയിൽ പരിശോധന നടത്തിയത്. ഇതിലൂടെ 3,23,012 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 2,98,966 പേർക്ക് രോഗം ഭേദമാകുകയും ചെയ്തു. ഇന്ന് 775 പുതിയ കേസുകളും 720 രോഗമുക്തിയുമാണ് റിപ്പോർട്ട് ചെയ്തത്. 28 പേർ കൂടി കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരണപ്പെട്ടതോടെ ആകെ മരണം 4,165 42 പേർ കൂടി ഇന്ന് ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടുണ്ട്. നിലവിൽ 1,386 പേർ അത്യാസന്ന നിലയിലുള്ളതുൾപ്പെടെ 19,881 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്ന് ദമാമിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. തൊട്ടുപിറകിലായി മക്ക, ജിദ്ദ, ഹുഫൂഫ്, റിയാദ് എന്നീ നഗരങ്ങളുമുണ്ട്. ത്വായിഫിലാണ് ഏറ്റവും കൂടുതൽ രോഗമുക്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജിദ്ദ, മക്ക, റിയാദ്, മദീന എന്നീ നഗരങ്ങളാണ് തൊട്ടുപിറകിൽ. മീഡിയ 1, ജിദ്ദ. കുവൈത്തിൽ കോവിഡ് ബാധിച്ച ഇന്ന് 4 പേർ മരിച്ചു. 838 പുതിയ കേസുകളും 568 രോഗമുക്തിയുമാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയത്. 4,652 പേരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് 836 പേരുടെ ഫലം പോസിറ്റീവായത്. ഇതോടെ രോഗബാധിതരുടെ ആകെ എണ്ണം 92,082 ഉയർന്നു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 4 പേർ കൂടി മരിച്ചതോടെ കോവിഡ് മരണസംഖ്യ 552. 568 പേർക്കാണ് ഇന്ന് രോഗം ഭേദമായത്. രോഗമുക്തരുടെ ആകെ എണ്ണം 82,222. നിലവിൽ 9,308 രോഗികളാണ് ചികിത്സയിൽ കഴിയുന്നത്. 89 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിലുള്ളത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഒമാനിൽ 9 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ മരണസംഖ്യ 751 ആയി. പുതുതായി 349 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്.
ഒമാനിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 87,939 142 പേർക്ക് കൂടി രോഗം ഭേദമായി. 83,115 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. 94.5% ഒമാനിലെ രോഗമുക്തി നിരക്ക്. 54 പേരെ കൂടി ആശുപത്രിയിൽ ഇന്ന് പ്രവേശിപ്പിച്ചു. 462 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 167 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഉള്ളത്. പുതിയ കോവിഡ് കേസുകൾ കൂടുതലും സ്ഥിരീകരിച്ചത് മസ്കത്ത് ഗവർണറേറ്റിലാണ്. 143 പേർക്കാണ് ഇവിടെ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. വടക്കൻ ബാത്നയിലെ 66 പുതിയ രോഗികളിൽ 47 പേരും സുഹാറിലാണ്. മീഡിയ 1 മസ്കത്ത്. തീർച്ചയായും അരുൺ, അതായത് ഖത്തറിന്റെ ഔദ്യോഗിക വിമാന കമ്പനിയായ ഖത്തർ എയർവേസിന് കീഴിലുള്ള വെബ്സൈറ്റാണ് ഡിസ്കവർ ഖത്തർ. അതായത് ഹോട്ടലുകൾ അവൈലബിൾ ചെയ്യുന്ന വെബ്സൈറ്റാണ് ഡിസ്കവർ ഖത്തർ. ഡിസ്കവർ ഖത്തറാണ് ഈ പുറത്തുനിന്ന് ഇപ്പോൾ ഖത്തറിലേക്ക് വരുന്ന യാത്രക്കാർക്ക് ഇവിടെ ഹോട്ടൽ ക്വാറന്റൈൻ ഒരുക്കുന്നതിന് ഉള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഡിസ്കവർ ഖത്തർ എന്ന വെബ്സൈറ്റ് വഴിയാണ്. ഈ ഡിസ്കവർ ഖത്തർ നേരത്തെ തന്നെ യാത്രക്കാരെ അറിയിച്ചിരുന്നതാണ്. സെപ്റ്റംബർ 15 വരെ മാത്രമേ നിലവിലുള്ള ക്വാറന്റൈൻ വ്യവസ്ഥകളുള്ളൂ. അതായത് കോവിഡ് റിസ്ക് കൂടിയ രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ കോവിഡ് റിസ്ക് കൂടിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് 7 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ ആണ് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഈ ഹോട്ടൽ ക്വാറന്റൈനു വേണ്ടി 16 ഹോട്ടലുകളുടെ ഒരു ലിസ്റ്റ് ഈ ഡിസ്കവർ ഖത്തർ പുറത്തിറക്കി റിലീസ് ചെയ്തിരുന്നു. ഈ ഹോട്ടലുകളിൽ ഒഴിവുള്ള ദിവസങ്ങളിലേക്ക് ആണ് യാത്രക്കായി ഉദ്ദേശിക്കുന്നവർക്ക് ബുക്ക് ചെയ്യാനാവുക. ഹോട്ടൽ ക്വാറന്റൈൻ സ്ലിപ്പ്, അതായത് ബുക്ക് ചെയ്ത സ്ലിപ്പുമായിട്ടാണ് ഓരോ യാത്രക്കാരും യാത്ര ചെയ്യേണ്ടത്. സെപ്റ്റംബർ 15 വരെ ആയിരുന്നു നേരത്തെ ഇതിനുള്ള വ്യവസ്ഥകൾ അറിയിച്ചിരുന്നത് ഡിസ്കവർ ഖത്തർ. അതിനാൽ തന്നെ സെപ്റ്റംബർ 15 ശേഷം നിലവിലുള്ള വ്യവസ്ഥകൾ, അതായത് ഹോട്ടൽ ക്വാറന്റൈൻ വ്യവസ്ഥകൾ മാറിയേക്കും എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു. ഇപ്പോൾ ഡിസ്കവർ ഖത്തർ ഇന്ന് അറിയിച്ചിരിക്കുന്നതനുസരിച്ച് ഒക്ടോബർ 31 വരെ, അതായത് അടുത്ത മാസം 31 വരെ ഇതേ വ്യവസ്ഥകൾ തന്നെ തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാവുന്നത് നിലവിലുള്ള ഹോട്ടൽ ക്വാറന്റൈൻ വ്യവസ്ഥകൾ, അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ ഘട്ടത്തിൽ എയർ ബബിൾ വഴി ഖത്തറിലേക്ക് തിരിച്ചെത്തുന്നവർക്കുള്ള ഹോട്ടൽ ക്വാറന്റൈൻ വ്യവസ്ഥകൾ നിലവിലുള്ളത് തന്നെ ഒക്ടോബർ 31 വരെ തുടരും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ച് സെപ്റ്റംബർ 15 മുതൽ ഖത്തറിലേക്ക് വന്നാൽ നിലവിൽ 7 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമായിരുന്നു എന്നാണ് നേരത്തെ. അപ്പോ ഈ ചുരുങ്ങിയത് 3000 റിയാൽ ചെലവാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലനിന്നിരുന്നല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു മറ്റു തുടർ നടപടികൾ എങ്ങനെയായിരിക്കും, ചെലവുകളടക്കം? തീർച്ചയായും അത്തരം നേരത്തെയുള്ള ഫീസും, അതായത് ഹോട്ടൽ ക്വാറന്റൈനുള്ള ഹോട്ടൽ ഫീസും ഉൾപ്പെടെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന വ്യവസ്ഥകളെല്ലാം അതേപടി തുടരും എന്ന് തന്നെയാണ് നമ്മൾക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അതായത് നിലവിൽ 16 ഹോട്ടലുകളിലാണ് തിരിച്ചെത്തുന്നവർക്കായുള്ള ക്വാറന്റൈൻ ഡിസ്കവർ ഖത്തർ വഴി സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൽ 1950 റിയാൽ മുതൽ 6168 റിയാൽ വരെ ഒരു ദിവസം പെർ ഡേ, ഒരു ദിവസം 1950 റിയാൽ മുതൽ 6168 റിയാൽ വരെ തുകയുള്ള ഹോട്ടലുകളുണ്ട്. 7 ദിവസത്തേക്ക് ഉള്ള ഹോട്ടലുകളുണ്ട്. അപ്പോൾ ആ മൊത്തം ഹോട്ടലുകളിൽ ഒഴിവ് വരുന്ന മുറയ്ക്കാണ് ഓരോരുത്തർക്കും ബുക്കിംഗ് ലഭിക്കുക. നിലവിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് റീ എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കുകയാണ് വേണ്ടത്. ആ റീ എൻട്രി പെർമിറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ അത് റീ എൻട്രി പെർമിറ്റിൽ താഴെ ഹോട്ടൽ ബുക്കിംഗ് അവൈലബിലിറ്റി കാണിക്കും. ഹോട്ടൽ ബുക്കിംഗ് ആണോ ഹോം ക്വാറന്റൈൻ ആണോ, ഹോട്ടൽ ക്വാറന്റൈൻ ആണോ ഹോം ക്വാറന്റൈൻ ആണോ എന്ന് കാണിക്കും. ഹോട്ടൽ ക്വാറന്റൈൻ ആണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ഡിസ്കവർ ഖത്തർ വഴി ഹോട്ടൽ ബുക്കിംഗിനുള്ള അവൈലബിലിറ്റി ചെക്ക് ചെയ്യുകയാണ് വേണ്ടത്. നിലവിൽ ഹോട്ടലുകളെല്ലാം ഫുള്ളാണ് ഖത്തറിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. സെപ്റ്റംബർ 15 ശേഷം ഒക്ടോബർ 31 വരെയുള്ള ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പുതുതായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ഒരുപക്ഷെ സെപ്റ്റംബർ 15 ശേഷമുള്ള ഒരു ഡേറ്റിലേക്കായിരിക്കും ഹോട്ടൽ ബുക്കിംഗ് ലഭിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും നിലവിൽ ഹോട്ടൽ ക്വാറന്റൈൻ ബുക്കിംഗുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കണ്ടീഷൻസ് എല്ലാം, വ്യവസ്ഥകളെല്ലാം അതേപടി ഒക്ടോബർ 31 വരെ തുടരും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അരുൺ, PC സൈഫുദ്ദീൻ ഈ വിവരങ്ങൾ നൽകിയത്. ബേർണിൽ 702 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് ഇന്ന് കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 334 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്.
രാജ്യത്ത് പിന്നിട്ട ദിവസങ്ങളിൽ തുടർച്ചയായി ഉയർന്ന നിരക്കിൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 5000 കവിഞ്ഞു. പുതുതായി രോഗം സ്ഥിരീകരിക്കപ്പെട്ട 702 പേരിൽ 98 പേർ പ്രവാസികളാണ്. 602 പേർക്ക് സമ്പർക്കത്തിലൂടെയും 2 പേർക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത്. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന 5002 പേരിൽ 34 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 334 പേർക്ക് കൂടി അസുഖം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവരുടെ എണ്ണം 51,574 ഉയർന്നിട്ടുണ്ട്. ആകെ 56,778 കോവിഡ് കേസുകളും 202 കോവിഡ് മരണങ്ങളുമാണ് ഇതുവരെയായി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 11,94,923 രോഗപരിശോധനകളും ബഹ്റൈനിൽ നടന്നു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ സ്കൂളുകളിൽ ഫീസ് കുറയ്ക്കുന്ന കാര്യം ഇപ്പോൾ പരിഗണനയിലില്ല എന്ന ഉന്നത വിദ്യാഭ്യാസ പ്രതിനിധി അറിയിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ അത്തരം തീരുമാനങ്ങൾക്ക് സാധ്യതയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഖത്തർ ചേംബർ വൈസ് ചെയർമാനും വിദ്യാഭ്യാസ കമ്മിറ്റി അധ്യക്ഷനുമായ മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ തവാർ അൽ കുവാരി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്വകാര്യ സ്കൂളുകളിലെ ഫീസ് കുറയ്ക്കണമെന്ന ആവശ്യം നിരവധി വർഷങ്ങളായി ഉയരുന്നതാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയില്ല. മാനേജ്മെന്റുകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് സ്കൂൾ നടത്തിപ്പിനായി ഇപ്പോഴത്തെ ഘട്ടത്തിൽ വരുന്നത്. സ്വകാര്യ സ്കൂൾ മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. നിരവധി സ്വകാര്യ നിക്ഷേപകർ ഇതിനായി താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. കൂടുതൽ നിക്ഷേപങ്ങൾ ഉണ്ടാവുകയും വിദ്യാഭ്യാസ നിലവാരം കൂടുകയും അതുവഴി സ്കൂളുകൾക്കിടയിലെ മത്സരക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഫീസ് കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് വലിയ വികസന പദ്ധതികൾ നടപ്പാക്കാൻ ഭരണകൂടത്തിന് പദ്ധതിയുണ്ടെന്നും തവാർ അൽ കുവാരി അറിയിച്ചു. മീഡിയ 1, ദോഹ. ഷാർജയിൽ ഓൺലൈൻ പഠനം 2 ആഴ്ച കൂടി നീട്ടി. ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. സെപ്റ്റംബർ 13 മുതൽ 24 വരെയാണ് നീട്ടിയത്. നേരത്തെ UAE മറ്റെല്ലാ എമിറേറ്റുകളിലും ഓൺലൈനിലാണ് ഒപ്പം ക്ലാസ് പഠനം തുടങ്ങിയിരുന്നുവെങ്കിലും ഷാർജയിൽ മാത്രം സമ്പൂർണ്ണ ഓൺലൈൻ പഠനം തുടരുകയായിരുന്നു. ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 12 വരെയായിരുന്നു ഓൺലൈൻ പഠനത്തിന് തീരുമാനിച്ചിരുന്നത്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന 31 ഇന്ത്യക്കാർ നാളെ നാട്ടിലേക്ക് തിരിക്കും. വിവിധ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ 12 മലയാളികൾ ഉൾപ്പെടുന്ന സംഘമാണ് യാത്ര തിരിക്കുക. നാളെ വൈകിട്ട് ദമാമിൽ നിന്നും വന്ദേ ഭാരത് മിഷന് കീഴിലുള്ള ഇൻഡിഗോ വിമാനത്തിൽ കണ്ണൂരിലേക്കാണ് ഇവർ യാത്ര തിരിക്കുക. കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട് ശിക്ഷാകാലാവധി പൂർത്തിയാക്കിയ 31 പേരാണ് നാളെ നാടണയുക. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ ജയിലുകളിൽ കഴിഞ്ഞിരുന്നവരാണ് ഇവർ. സംഘത്തിൽ 12 പേർ മലയാളികളാണ്. ഇന്ത്യൻ എംബസിയുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കിയാണ് യാത്രക്കുള്ള അന്തിമാനുമതി കരസ്ഥമാക്കിയത്. വളരെ കാലങ്ങളായിട്ട് 2, 3, 4, 5 വർഷമൊക്കെ ആയിട്ട് ദമാം സെൻട്രൽ ജയിലിൽ പല കാരണങ്ങളാൽ ശിക്ഷ അനുഭവിച്ച് കിടന്ന് ശിക്ഷാ കാലാവധി ഇപ്പോൾ കഴിഞ്ഞ് ടിക്കറ്റിന് പൈസ പേ ചെയ്തിരുന്ന ആളുകളാണ്. അന്യസംസ്ഥാനക്കാരെ കേരളത്തിലേക്കുള്ള യാത്രയിൽ ഉൾപ്പെടുത്താൻ വിമാന കമ്പനി തുടക്കത്തിൽ തയ്യാറായിരുന്നില്ല. തുടർന്ന് എംബസിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അനുമതി നേടിയാണ് ഇവർക്കുള്ള ടിക്കറ്റുകൾ കൂടി വാങ്ങിയത്. എംബസിയിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഇമെയിൽ ഇൻഡിഗോ ട്രാവൽസിലേക്ക് അയക്കുകയും അങ്ങനെ ഇൻഡിഗോയുടെ സ്പെഷ്യൽ അനുവാദ പ്രകാരമാണ് ഇപ്പോൾ മറ്റ് സംസ്ഥാനക്കാരായ ഇന്ത്യക്കാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 31 ആളുകളെ നാളെ കണ്ണൂരിലേക്ക് അയക്കണം. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം ഇത് ആദ്യമായാണ് സൗദിയിൽ നിന്നും ജയിൽ മോചിതരെ നാട്ടിലെത്തിക്കുന്നത്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി എഞ്ചിനീയർമാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ രജിസ്ട്രേഷൻ ഡ്രൈവ് ആരംഭിച്ചു. ഇന്ന് എംബസിയിൽ നടന്ന ഓപ്പൺ ഹൗസിൽ അംബാസഡർ സിബി ജോർജാണ് ഇക്കാര്യം അറിയിച്ചത്. എഞ്ചിനീയർമാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ഓപ്പൺ ഹൗസിൽ ചർച്ചയായി. എഞ്ചിനീയർമാരുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് 2 വർഷത്തോളമായി തുടരുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് താനെന്നും കുവൈത്ത് അധികൃതരുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുമെന്നും അംബാസഡർ വ്യക്തമാക്കി. പ്രശ്നപരിഹാര ചർച്ചകളിൽ വസ്തുതകൾ കൃത്യമായി അവതരിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കുവൈത്തിലെ മുഴുവൻ ഇന്ത്യൻ എഞ്ചിനീയർമാരുടെയും വിവരങ്ങൾ എംബസി ശേഖരിക്കുന്നത്. വിവരശേഖരണത്തിനായി എംബസി വെബ്സൈറ്റിൽ ഗൂഗിൾ ഫോം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇക്കാമ പുതുക്കാൻ കുവൈത്ത് എഞ്ചിനീയേഴ്സ് സൊസൈറ്റിയുടെ NOC നിർബന്ധമാക്കിയതിനു ശേഷം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ എഞ്ചിനീയർമാർ അംബാസഡറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എഞ്ചിനീയേഴ്സ് സൊസൈറ്റിയുടെ NOC ലഭിക്കാൻ NB അക്രഡിറ്റേഷൻ മാനദണ്ഡമാക്കിയതാണ് എഞ്ചിനീയർമാർക്ക് വിനയായത്. എംബസിയുടെ പുതിയ നീക്കം വഴി പ്രശ്നപരിഹാരം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് എഞ്ചിനീയർമാർ. അടുത്ത ബുധനാഴ്ച ചേരുന്ന ഓപ്പൺ ഹൗസിൽ രേഖകളില്ലാത്ത ഇന്ത്യക്കാരുടെ മടക്കയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് എംബസി അറിയിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദി ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപത്തിൽ വൻ വർധനവ്. ഓഹരി വിപണിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിദേശ നിക്ഷേപമാണ് പോയ മാസാവസാനത്തിൽ രേഖപ്പെടുത്തിയത്. ഇതോടെ സൗദി ഓഹരി വിപണിയിലെ വിദേശ നിക്ഷേപം 192.3 ബില്യൺ റിയാലായി ഉയർന്നു. ഈ വർഷം തുടക്കം മുതൽ ഓഹരി വിപണി സൂചികയിലെ ഇടിവ് പ്രയോജനപ്പെടുത്തി വിദേശ നിക്ഷേപകർ ഓഹരികൾ വാങ്ങിക്കൂട്ടിയതാണ് വൻ വർധനവിന് കാരണമായത്.
ആഗസ്റ്റ് അവസാനത്തെ കണക്കുകൾ പ്രകാരം 192.3 ബില്യൺ റിയാലാണ് വിദേശ നിക്ഷേപം. ഈ വർഷം ഇതുവരെയായി 14.5 ബില്യൺ റിയാലാണ് വിദേശികൾ നിക്ഷേപിച്ചത്. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും സൗദി ഓഹരി വിപണിയായ തദവ്വുലിൽ വിദേശ നിക്ഷേപം വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് സൗദി സമ്പദ് വ്യവസ്ഥയിലും ഓഹരി വിപണിയിലും നിക്ഷേപകർക്കുള്ള വിശ്വാസമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. 8.98 ട്രില്യൺ റിയാലാണ് സൗദി ഓഹരി വിപണിയുടെ ആകെ വിപണി മൂല്യം. ഇതിൽ 2.14% വിദേശ നിക്ഷേപമായിട്ടുള്ളത്. ഈ വർഷം ആദ്യ 8 മാസങ്ങളിൽ 93.7 ബില്യൺ റിയാലിൻ്റെ ഓഹരികളാണ് വിദേശ നിക്ഷേപകർ വാങ്ങിയത്. 79.2 ബില്യൺ റിയാലിൻ്റെ ഓഹരികൾ വിൽപ്പന നടത്തിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ മാസങ്ങളിലായി ഓഹരി സൂചിക 4.8% തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയതായും റിപ്പോർട്ട് പറയുന്നു. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമാം. സൗദിയിൽ സ്വകാര്യ മേഖലയിൽ നിന്ന് വിരമിച്ചവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്താനുള്ള ആലോചനയുമായി ഷൂറ കൗൺസിൽ. ഇത് സംബന്ധിച്ച പഠനം നടത്തുന്നതിന് ഗൗസിക് ഷൂറ കൗൺസിൽ നിർദ്ദേശം നൽകി. വിരമിച്ചവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഉയർന്ന ചികിത്സാ ചെലവുകൾ കാരണമുണ്ടാകുന്ന പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ ജോലിയെടുത്ത് വിരമിച്ച സ്വദേശികളുടെ ചികിത്സാ ചെലവിന് പരിഹാരം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ നിർദ്ദേശം. ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് അഥവാ ഗോസിയോടാണ് ഇത് സംബന്ധിച്ച പഠനം നടത്താൻ ഷൂറ കൗൺസിൽ ആവശ്യപ്പെട്ടത്. സ്വകാര്യ മേഖലയിൽ ജോലിയെടുക്കുന്നവർക്കും കുടുംബത്തിനും സർവീസ് കാലഘട്ടത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് ലഭിച്ചു വരുന്നുണ്ട്. എന്നാൽ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതോടെ ഇൻഷുറൻസ് ആനുകൂല്യവും നഷ്ടമാകുന്നതാണ് നിലവിലെ അവസ്ഥ. ഇത് പലരുടെയും ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് തടസ്സമാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഉയർന്ന ചികിത്സാ ചിലവുകൾ ഭൂരിഭാഗം പേരെയും ബുദ്ധിമുട്ടിക്കുന്നതായും പരാതി ഉയർന്നിരുന്നു. വിരമിച്ചതിന് ശേഷവും ആരോഗ്യ ഇൻഷുറൻസ് ആനുകൂല്യം തുടരുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ചാണ് പഠനം നടത്തുക. ഇതിനുള്ള സാമ്പത്തിക പരിഹാര നിർദ്ദേശങ്ങൾ കണ്ടെത്തി സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത്. ഇതിനായി നിരവധി ബദൽ മാർഗങ്ങളും കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജ്യത്തെ പെൻഷൻകാരുടെ എണ്ണം വളരെ അധികമായതിനാൽ ഇൻഷുറൻസ് കമ്പനികൾക്കിടയിൽ മത്സര നിരക്കിൽ ഇൻഷുറൻസ് പോളിസികൾ നൽകുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെ സമിതി പരിഗണിക്കും. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമാം. സൗദി ഭരണാധികാരി സൽമാൻ രാജാവും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തി. G20 ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും നയതന്ത്ര ബന്ധങ്ങളും സംഭാഷണത്തിൽ ചർച്ചയായി. G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സൗദി ഭരണകൂടത്തിന് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. മയക്കുമരുന്ന് ഉൾപ്പെടെ എല്ലാ ലഹരിയിൽ നിന്നും സിനിമാ ലോകം അകന്നു നിൽക്കണമെന്ന് ചലച്ചിത്ര താരം ആർ മാധവൻ. ലഹരി ജീവിതത്തെയും സിനിമയും അഭിലാഷങ്ങളെയും തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദുബായിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മാധവൻ. ലഹരിയിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കണമെന്ന് ആർ മാധവൻ നിർദ്ദേശിച്ചു. അതേസമയം ബോളിവുഡിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നേരിട്ട് വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ കൂടുതൽ പ്രതികരിക്കാൻ ഒരുക്കമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. I will say please avoid drugs at all cost. It's not good for the society. It ruins families, it ruins lives, and it ruins your ambitions also as an individual. So that is all I will say. Because I don't have any other information, I cannot contribute to the chaos. വെബ് സീരീസ് ചിത്രമായ 7 സെൻസിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ദുബൈയിൽ എത്തിയതായിരുന്നു മാധവൻ. ചലച്ചിത്രം പൂർണ്ണമായും ദുബൈയിൽ തന്നെയാണ് ചിത്രീകരിക്കുന്നത്. OTT സീരീസിൽ സിനിമയെക്കാളും വിപുലമായ രീതിയിലാകും ബജറ്റും കഥ പറച്ചിലും. OTTയിൽ കഥ പറയുന്നതിന് വളരെ സ്വാതന്ത്ര്യം കിട്ടുമെങ്കിലും അത് സാമൂഹിക സന്തുലിതാവസ്ഥയെ തകർക്കും വിധത്തിലാകുമെന്ന് കരുതുന്നില്ലെന്നും മാധവൻ കൂട്ടിച്ചേർത്തു. മൊബൈലിൽ ചിത്രീകരിച്ച മലയാള ചലച്ചിത്രം See You Soon കാണാൻ സാധിച്ചിട്ടില്ല. എങ്കിലും മികച്ച ആശയം തന്നെയാണിത്. കോവിഡ് കാലത്തും ദുബൈ നിലനിർത്തുന്ന സജീവത അത്ഭുതകരമാണെന്ന് നിർമ്മാതാവ് ഗൗരംഗ് ജോഷി പറഞ്ഞു. കരൺദാര സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ ജിബ്രാൻ നൂറാനിയുടേതാണ്. UAEയിലെ കലാകാരന്മാരും ഇതിൽ വേഷമിടുന്നുണ്ട്. മറ്റു താരങ്ങളും അണിയർ പ്രവർത്തകരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1, ദുബൈ. വാദ്യോപകരണങ്ങളിൽ വിസ്മയങ്ങൾ തീർക്കുന്ന വിദ്യാർത്ഥികളായ സഹോദരങ്ങളെ സൗദിയിലെ ജിദ്ദയിൽ ആദരിച്ചു. മലപ്പുറം എടക്കര സ്വദേശികളായ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഇബ്സാൻ, 3ാം ക്ലാസ് വിദ്യാർത്ഥി ഇലാൻ എന്നീ സഹോദരങ്ങളെ ഓൾ കേരള പ്രവാസി അസോസിയേഷനാണ് ആദരിച്ചത്. കലാരംഗത്തെ അതുല്യ സംഭാവനകൾക്ക് KJ കോയ, ഷാ ആലുവ, മുംതാസ് അബ്ദുറഹ്മാൻ എന്നിവരെയും ആദരിച്ചു. ജിജി വൈഗ, ഇക്ബാൽ പട്ടാമ്പി, ശ്യാം എന്നിവർ മൊമെന്റോകൾ കൈമാറി. ദുബായ് KMCC ആഭിമുഖ്യത്തിൽ ദേശീയ അധ്യാപക ദിനം ആചരിച്ചു. അധ്യാപനത്തിൽ 4 പതിറ്റാണ്ട് പൂർത്തീകരിച്ച ശോഭാക്കുറുപ്പ് ടീച്ചർ, അർസ ബാനു ടീച്ചർ എന്നിവരെ ദുബായ് KMCC പ്രസിഡന്റ് ഇബ്രാഹിം എലൈറ്റിൽ ഷോ അണിയിച്ച് ആദരിച്ചു. മുസ്തഫ തിരൂർ, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ,
ഹംസ തൊട്ടി, OK ഇബ്രാഹിം, മുസ്തഫ വേങ്ങര, നിസാമുദ്ദീൻ കൊല്ലം എന്നിവർ സംസാരിച്ചു. കൊല്ലം കൊട്ടിയം സ്വദേശി അബുദാബി ഇത്തിഹാദ് എയർവേസ് കാറ്ററിംഗ് സർവീസസ് ജീവനക്കാരനുമായ രഞ്ജിത്ത് രാജേന്ദ്രൻ പിള്ള അബുദാബിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചു. 32 വയസ്സായിരുന്നു. അബുദാബി ഷൈഖ് ബൂത്ത് മെഡിക്കൽ സിറ്റിയിൽ പ്രവേശിപ്പിച്ച യുവാവ് ബുധനാഴ്ച രാവിലെ 7 മണിയോടെയാണ് മരിച്ചത്. മനിയാസിലെ സെൻട്രൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തീകരിച്ച ശേഷം നാട്ടിലെത്തിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ദോഹയിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ സഫാരിയിൽ അരികൾക്കും അരി ഉൽപ്പന്നങ്ങൾക്കുമായി പ്രത്യേക പ്രമോഷൻ തുടങ്ങി. പ്രമുഖ ബ്രാൻഡുകൾ ഉൾപ്പെടെ 100ഓളം വ്യത്യസ്ത ഇനം അരികളും അരി ഉൽപ്പന്നങ്ങളുമാണ് റൈസ് ബസാർ പ്രമോഷനിലൂടെ ചുരുങ്ങിയ നിരക്കിൽ ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കുന്നത്. കൂടാതെ വിവിധ തരം അരിപ്പൊടികളും പ്രമോഷനിൽ ലഭ്യമാണ്. സെപ്റ്റംബർ 6 മുതൽ ആരംഭിക്കുന്ന ഈ പ്രമോഷൻ സഫാരിയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ലഭ്യമായിരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. IPL മത്സരങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ BCCI പ്രസിഡന്റ് സൗരവ് ഗാംഗുലി ദുബായിലെത്തി. ഇന്ത്യയിൽ നിന്ന് വിമാനം കയറുന്നതിന് മുൻപ് ഗാംഗുലി സോഷ്യൽ മീഡിയയിൽ ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു. 6 മാസത്തിനു ശേഷം ആദ്യ ചാർട്ടേഡ് വിമാനം എന്ന കമന്റോടെയാണ് ചിത്രം. മാസ്കും ഫേസ് ഷീൽഡും ഇട്ട താരം ഇൻഡിഗോ വിമാനത്തിലാണ് UAEയിൽ എത്തിയത്. IPL ചെയർമാൻ ബ്രിജേഷ് പട്ടേലും ദുബായിലുണ്ട്. കുവൈറ്റിൽ നാളെ ഈർപ്പം കൂടിയ കാലാവസ്ഥയായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സൗദിയിൽ ഉഷ്ണ കാലാവസ്ഥ തുടരുന്നു. വടക്കൻ അതിർത്തി പ്രവിശ്യകളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇന്ന് രാത്രി മുതൽ UAE തീരപ്രദേശത്ത് മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട്. ബഹ്റിനിൽ ചൂട് കാലാവസ്ഥ തുടരുകയാണ്. ഖത്തറിൽ വരുന്ന 2 ദിവസങ്ങളിൽ ചെറിയ തോതിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി വിവിധ നഗരങ്ങളിലെ താപനില. ഇനി കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 19 രൂപ 55 പൈസ, UAE ദിർഹം 19 രൂപ 97 പൈസ, ഖത്തർ റിയാൽ 20 രൂപ 24 പൈസ, ഒമാൻ റിയാൽ 190 രൂപ 48 പൈസ, കുവൈറ്റ് ദിനാർ 239 രൂപ 74 പൈസ, ബഹ്റിൻ ദിനാർ 194 രൂപ 50 പൈസ.